ിൽ എത്ര മനുഷ്യരെയാണ് ഒരു വർഷത്തിൽ ചങ്ങലക്കിട്ട മാനസിക രോഗികൾ, തീപ്പൊള്ളലേറ്റ് 24ഓളം രോഗികൾ മരിക്കാനുള്ള കാരണം എന്താ? അജ്മീറിലെ ഷെയ്ഖിന്റെ അടുത്ത് പോയാ രോഗം മാറുമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി കെട്ടിയിട്ടതാണ്. അവർക്ക് മാനസിക രോഗത്തിന് ചികിത്സ കൊടുക്കേണ്ടതിന് പകരം ഈ ഷെയ്ഖിന്റെ ജാറത്തിൽ കൊണ്ടുപോയി അവരെ തളച്ചിട്ടതാരാണ്? അവർ ചെയ്ത ക്രൂരതക്ക് എന്നാണ് ലോകത്തോട് മറുപടി പറയാ? കത്തിക്കരിഞ്ഞു. ഈ മഖാമുകളിൽ പലയിടത്തും കിടക്കുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ എന്താണ്? ചീയമ്മടപൂരിന്റെ അടുത്തേക്ക് മക്കളെ കിട്ടാൻ വേണ്ടി ഇവിടുന്ന് യാത്ര പോകുന്ന, സിയാറത്ത് പോകുന്നവരെ, അദ്ദേഹത്തിന് ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന ആ മനുഷ്യൻ കല്യാണം കഴിച്ചിരുന്നു. അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് സ്വന്തമായി കുട്ടികളില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കൊല്ലത്തുനിന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് കുട്ടികളെ കിട്ടുന്നത്? അദ്ദേഹത്തിന് രോഗം വന്നിട്ടുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ട്, കണ്ണ് കാണാതെ കാഴ്ചക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കണ്ണട ഉപയോഗിച്ച് നടക്കാൻ പറ്റാതെ വടി പിടിച്ചിട്ടുണ്ട്. അത്ര മനുഷ്യനാണ്, സ്വാഭാവികമാണ്. എന്ന് ഇവരൊക്കെ പടച്ചോനാന്ന് പറഞ്ഞുകൊണ്ട് നടക്കാം. പല ജാറങ്ങളിലും പല മഖാമുകളിലും കിടക്കുന്നത് ആരാ? പ്രിയപ്പെട്ടവർ, ഔലിയാക്കന്മാരാന്ന് പറയാൻ പറ്റോ? നമ്മുടെ ജില്ലയായ കൊല്ലം ജില്ലയിലെ ഒച്ചിറ ഉപ്പൂപ്പാന്റെ മഖാമിന്റെ അടുത്തൊന്ന് പോയി നോക്കി. ഞാൻ ആ പരിസരത്ത് പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. ഒച്ചിറയിൽ താമസിച്ചിരുന്ന ദാമോദരൻ എന്ന മനുഷ്യൻ മരിച്ചപ്പോ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു പണ്ഡിത വേഷധാരിയായ മനുഷ്യൻ ആ കബറങ്ങി ഏറ്റെടുത്തൊരു 200 ബക്ക് സിമന്റ്, ഒരു ലേശം മണൽ എംസാൻഡങ്ങ് മേടിച്ചു, ഒരു 10-19 രൂപക്ക് ഒരു പച്ച തുണിയും വിരിച്ചിട്ട് പേരങ്ങ് മാറ്റി. ദാമോദരന്റെ പേര് മാറ്റിയിട്ട് കുപ്പസ്വാമി എന്ന മനുഷ്യന്റെ പേര് മാറ്റിയിട്ട് ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇത് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചതിന്റെ ചരിത്ര. നമ്മുടെ നാട്ടിൽ 60 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന മഖാമിലേക്ക് എന്തിനാ പാവപ്പെട്ട മനുഷ്യരെ സിയാറത്തിന് കൊണ്ടുപോകുന്നത്? വലിയാണെന്ന് പറഞ്ഞിട്ടാ കൊണ്ടുപോകുന്നത്. ദാമോദരൻ എന്നാണ് വലിയായത്. ഒരു വലിയിന്റെ ഗുണം എന്താണ്? അല്ലദീന ആമനൂ, സത്യവിശ്വാസമുള്ളവരായിരിക്കും. വകാനൂ യത്തഖൂൻ, അല്ലാഹു വിലക്കിയത് ചെയ്യാത്തവരായിരിക്കും, തഖ്വയുള്ളവരായിരിക്കും. നമ്മളങ്ങോട്ട് ഔലിയക്ക് പ്രഖ്യാപിക്കുക, നമ്മളങ്ങോട്ട് റെക്കോർഡിട്ട് കൊടുക്കുക, നമ്മളങ്ങോട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുക, എന്നിട്ട് അവിടെ പെട്ടി വെക്കുക, എന്നിട്ട് ജാറം മൂടുക, എന്നിട്ട് കറാമത്തുണ്ടാക്കി ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുക. ഇതാണോ നമ്മുടെ പണി? ഇതാണോ ഇസ്ലാമിന്റെ ദൗത്യം? ഖബറിനകത്ത് കിടക്കുന്നത് ആരാന്ന് പോലും അറിയാത്തവർ, പേരറിയാത്തവർ, ഊരറിയാത്തവർ, നാടറിയാത്തവർ ഇന്ന് ഖബറിൽ കിടക്കുന്നുണ്ട്. വെളിയങ്കോട് നമ്മുടെ പ്രസിദ്ധമായ മുനമ്പത്ത് ബീവിയുടെ ജാറത്തിലേക്ക് എത്ര മനുഷ്യന്മാരാ അവിടുന്ന് പോണത്? ആരാ ബീവി? ആ കിടക്കുന്ന ആളാരാ? കാളെ പേരറിയില്ല, നാടറിയില്ല, ആരാ വ്യക്തി ആർക്കും അറിയില്ല. വലിയ ഖബറുണ്ട്, ദർഗയുണ്ട്, അവരെ പറ്റി എഴുതുകയാണ്. ഒരു പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട് വെളിയങ്കോട് ഉമർ ഖാദി കുഞ്ഞുമരക്കാർ ഷഹീദ്.